ഗുഡ് മോർണിംഗ്. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. നിങ്ങൾക്ക് സുഖമല്ലേ? ഈശോ അനുഗ്രഹിക്കട്ടെ കേട്ടോ. ഞാൻ പ്രത്യേകം നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. സമയം എത്രയെന്നറിയോ? 4 മണിയായി. രാവിലെ 4 മണിയായി. ഈ സമയത്ത് നിങ്ങളുമായി ഈ വചനം പങ്കുവയ്ക്കണമെന്ന് ദൈവം ആഗ്രഹിച്ചതുകൊണ്ടാണ് ഞാനിങ്ങനെ ആയിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, ദൈവം നിങ്ങളെ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കും. വചനം കേൾക്കണം, വചനം പഠിക്കണം. ഇത് നമ്മുടെ ഒരു ആഗ്രഹമാക്കി മാറ്റണം. ഇന്നലെ പഠിച്ച വചനം ഓർക്കുന്നുണ്ടോ? ഇന്നലെ പഠിച്ച വചനം ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം, ദി ബുക്ക് ഓഫ് ദ പ്രോഫറ്റ് ജെറമായ, ചാപ്റ്റർ 17 വേഴ്സ് 7. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വചനമാണ് ഇന്നലെ നാം പഠിച്ചത്. അപ്പം പുതിയ വചനം പഠിക്കാനായിട്ട് നമുക്ക് ആഗ്രഹിക്കാം. സോ സ്മൈൽ ആൻഡ് സ്റ്റാർട്ട് യുവർ ഡേ വിത്ത് ജീസസ്. ഈ ഒരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുകയാണ് ഞാൻ, സിബി വർഗീസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് പഠിക്കുന്ന വചനം അതിൻ്റെ തൊട്ടടുത്ത വചനമാണ്, 8-ാമത്തെ വചനമാണ്. 7-ാമത്തെ വചനമാണ് ഞാൻ നിങ്ങളുമൊക്കെ ഇന്നലെ പഠിച്ചത്. ജെറമിയ പ്രവാചകൻ്റെ പുസ്തകം 17-ാം അധ്യായം 7-ാം വചനമാണ് ഇന്നലെ പഠിച്ചത്. ഇന്ന് 8-ാമത്തെ വചനം പഠിക്കുകയാണ്. വചനം ഇതാണ്. ഇന്നലെ പഠിച്ചെന്താ? കർത്താവിൽ ആശ്രയിക്കുന്നവർ അനുഗ്രഹീതൻ. കർത്താവിനെ ആശ്രയിക്കുന്നവർ അപ്പോൾ അനുഗ്രഹിക്കപ്പെടാനായിട്ട് ഞാൻ കർത്താവിനെ ആശ്രയിച്ചാൽ മാത്രം മതി. കർത്താവിൽ മുഴുവനായിട്ട് പ്രത്യാശ വയ്ക്കണം, നമ്മളെ തന്നെ അങ്ങ് വിട്ടുകൊടുക്കണം. അപ്പോൾ അങ്ങനെ സംഭവിച്ചാൽ അവൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അങ്ങനെ കർത്താവിൽ ആശ്രയിക്കുന്നവൻ്റെ പ്രത്യേകത പറയുന്നത്, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. എനിക്ക് എത്ര സുന്ദരമാണ് ആ പ്രയോഗം, അല്ലേ? അതായത് കർത്താവിനെ ആശ്രയിച്ചാൽ അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. They shall be like a tree planted by water. അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. ഇനി അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, അത് വെള്ളത്തിലേക്ക്, ഏത് ആ മരം, അവൻ വെള്ളത്തിലേക്ക്, വെള്ളം ദൈവമാണ് അല്ലേ, വെള്ളത്തിലേക്ക് വേര് ഊന്നിയിരിക്കും. വെള്ളം, ആ വേരുകൾ വെള്ളത്തിലുണ്ടെങ്കിൽ അത് വലിച്ചെടുത്ത് എപ്പോഴും പച്ചയായിട്ട് നിൽക്കും. അപ്പം ഇങ്ങനെയാണ് പറയുന്നത് 8-ാമത്തെ വചനം. ആ വചനം മുഴുവൻ ഞാൻ പറയാം. അവൻ ആറ്റുതീരത്തു നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. നോക്കിക്കേ, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. വരൾച്ച, അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. ഒരു 3-4 കാര്യങ്ങൾ നമ്മൾ ഓർത്തിരുന്ന വെച്ചാൽ മതി. അതിൻ്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിനുത്കണ്ഠയില്ല. വരൾച്ചയുടെ കാലത്തും അതിനുത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. നോക്കിക്കേ, അവൻ ആറ്റുതീരത്ത് നട്ട മരം പോലെയാണ്. 1, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. 2, അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല. അതിൻ്റെ ഇലകളെന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല. അത് ഫലം നൽകിക്കൊണ്ടേയിരിക്കും. ഈ വചനം മറക്കരുത് കേട്ടോ. They shall be like a tree planted by water, sending out its roots by the stream. നോക്കി, sending out its roots by the stream. It shall not fear when heat comes. It shall not fear when heat comes, and its leaves shall stay green. എപ്പോഴും പച്ചയാണ്. Its leaves shall stay green. And in the year of drought, it is not anxious. അത് ഉത്കണ്ഠയില്ല. It is not anxious. And it does not cease to bear fruit. It does not cease to bear fruit. എത്ര സുന്ദരമാണ്. അവൻ ആറ്റുതീരത്ത് നട്ട മരം. എൻ്റെയും നിങ്ങളെയും ജീവിതം ഇതൊക്കെ പോലെ തന്നെയാണ്. എന്നും പച്ചപ്പ് നിറയാനായിട്ട് ആഗ്രഹിക്കുന്നവരല്ലേ? അപ്പോൾ കർത്താവിൽ ആശ്രയിച്ചു കഴിഞ്ഞാൽ ഇത് സാധ്യമാണ്. ദൈവത്തിൽ ആശ്രയിച്ച് എത്ര സുന്ദരമായിരിക്കും. ദൈവത്തിൽ ഒന്ന് പ്രത്യാശ അർപ്പിച്ച് ബ്ലൈൻഡ്ലി ത്രോ yourselves to God. അതാണ്, ദൈവത്തിലേക്ക് നിന്നെ തന്നെ മുഴുവനായിട്ട് എറിഞ്ഞു കൊടുക്കണം. ദൈവം നിന്നെ നോക്കൂ, എന്നെയും നിങ്ങളെയും അത്ഭുതകരമായിട്ട് നോക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ കേട്ടോ. ആമേൻ.